എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ മണ്ണട്ടാമ്പാറ അണക്കെട്ടിൻ്റെ കാലപ്പഴക്കം കാരണം സമീപ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതിനാൽ പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം കൂടുകയാണ്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഉപ്പുവെള്ളം കയറുക വഴി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നിയൂർ, തേഞ്ഞിപ്പലം, ചേലേമ്പ്ര, വള്ളിക്കുന്ന് എന്നീ പഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രോതസ്സും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിക്കാരുടെ ജലസേചനത്തിനുള്ള ഏക സംവിധാനവുമാണ് ഈ അണക്കെട്ട്. ഇതിന് ശാശ്വത പരിഹാരമായി കടലുണ്ടിപ്പുഴയ്ക്ക് കുറുകെ ഇരുമ്പോത്തിങ്ങൽ RCB നിർമ്മാണത്തിന് 2016-17 കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 36 കോടി രൂപ വകയിരുത്തുകയും 2017 പദ്ധതിക്ക് കിഫ്ബിയുടെ തത്വത്തിലുള്ള ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് IDRBയും ഇറിഗേഷൻ വിഭാഗവും ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി നിർദ്ദിഷ്ട സ്ഥലം പദ്ധതിക്ക് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തുകയും തുടർന്ന് ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ച് കടലുണ്ടിപ്പുഴയിൽ അല്പം താഴോട്ട് മാറി കടക്കാട്ടുപാറ ആലുംകടവിൽ പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും ചെറുകിട ജലസേചന വിഭാഗം 49 കോടി രൂപയുടെ DPR തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ 2017 ഇരുമ്പോത്തിങ്ങൽ RCB നിർമ്മാണത്തിന് കിഫ്ബിയിൽ നിന്നും ഭരണാനുമതി ലഭിച്ച 36 കോടി രൂപ കടക്കാട്ടുപാറ ആലുംകടവിൽ RCBയുടെ നിർമ്മാണത്തിനായി അനുവദിക്കുന്നതോടൊപ്പം കടക്കാട്ടുപാറ ആലുംകടവിൽ RCB നിർമ്മാണത്തിന് അധികമായി ആവശ്യമായി വരുന്ന 13 കോടി രൂപ കൂടി കിഫ്ബി മുഖേനയോ ജലസേചന വകുപ്പ് മുഖേനയോ കണ്ടെത്തി പദ്ധതിക്ക് ഭരണാനുമതി നൽകണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശമെല്ലാം ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ അവസാനമായി കടക്കാട്ടുപാറ ആലുംകടവിൽ റെഗുലേറ്റർ പദ്ധതിക്ക് വേണ്ടി 49.20 കോടി രൂപയുടെ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം നൽകുന്നതിന് വേണ്ടി ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ സർക്കാരിൽ ലഭ്യമാക്കി. ഈ പ്രവൃത്തിയുടെ ഫണ്ട് കിഫ്ബിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. നിലവിലെ RCBകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് കിഫ്ബി മാനദണ്ഡപ്രകാരമുള്ള സാമ്പത്തിക പരിധി ഇതിനകം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് വന്ന ഒരു താമസം. തീർച്ചയായിട്ടും അടുത്ത അവസരത്തിൽ അനുയോജ്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.